ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ് 2025 അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ കെടാവിളക്ക് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അതോടൊപ്പം തന്നെ കെടാവിളക്ക് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുന്നതാണ്. അപ്പോൾ നേരത്തെ കെടാവിളക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങൾക്ക് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് പ്രകാരം ഈ വർഷത്തെ, അതായത് 2025 അക്കാഡമിക് ഇയറിലെ കെടാവിളക്ക് സ്കോളർഷിപ്പാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകി വരുന്നത്. അതായത് പ്രതിവർഷം 1500 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. OBC കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതായത് വിദ്യാർത്ഥികളുടെ മാർക്ക്, അതേപോലെ തന്നെ കുറഞ്ഞ വരുമാനം, ഈ രണ്ട് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് അതായത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അതായത് മാർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ 6ാം ക്ലാസ്സിലെ മാർക്ക്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ മാർക്ക്, അതായത് പ്രീവിയസ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ മാർക്കും അതേപോലെ വരുമാന നിരക്കും നോക്കിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതായത് ജൂലൈ 10 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സഹിതം വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുത്തിരിക്കണം. ജൂലൈ 15 അതത് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഡാറ്റ അതായത് എൻ്റർ ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, ജൂലൈ 10 വരെയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ്. അപ്പോൾ എങ്ങനെയാണ് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത്, അതിൻ്റെ അപേക്ഷ ഫോം ഉൾപ്പെടെ എല്ലാ കാര്യം ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് വരിക. അപ്പോൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അതോടൊപ്പം തന്നെ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ മാത്രം അതായത് വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. എന്നാൽ 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മുൻ വർഷം നടന്ന വാർഷിക പരീക്ഷയിൽ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്കോളർഷിപ്പ് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ അതായത് മിനിമം 90% അതിൽ കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്, അതായത് മിനിമം 90% മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അനുവദിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അതത് സ്കൂളിലെ അതത് ക്ലാസ്സിലെ ടീച്ചറും അതോടൊപ്പം തന്നെ ഹെഡ് മാസ്റ്ററും ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ അത് മാർക്ക് വിദ്യാർത്ഥികളെ രേഖപ്പെടുത്തും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കുടുംബ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയായിരിക്കും. അതായത് മിനിമം വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. ഇതിൽ കൂടുതലുള്ളവർക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. ഇനി അതോടൊപ്പം തന്നെ അതായത് OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. എന്നാൽ OEC അതേപോലെ OBC SC വിഭാഗം വിദ്യാർത്ഥി, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, മുസ്ലിം അതേപോലെ ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാർസി, ജൈൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ കെടാവിളക്ക് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കേണ്ടതില്ല. കാരണം ഇത്തരത്തിൽ അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ ഉൾപ്പെടെ OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാർഗ്ഗദീപം എന്ന പേരിൽ സ്കോളർഷിപ്പ് ഓൾറെഡി ഉണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷ ഉടനെ വിളിക്കും. എന്നാൽ കെടാവിളക്ക് ഈ OBCയിൽപ്പെട്ട മറ്റു കേരളത്തിൽപ്പെട്ട OBCയിൽപ്പെട്ടവർക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു PDF ലാസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് OBC ഈ മുസ്ലിം, ക്രിസ്ത്യൻ ഒഴികെയുള്ള മറ്റു വിഭാഗത്തിൽപ്പെട്ടത് അത് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, അതേപോലെ ബുദ്ധ, സിഖ്, പാർസി, ജൈൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗദീപം എന്ന സ്കോളർഷിപ്പാണ് സെപ്പറേറ്റ് വിളിക്കാറുള്ളത്. അത് ഉടൻ തന്നെ വിളിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ അപേക്ഷ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 2024-25 അധ്യയന വർഷം എല്ലാ അപേക്ഷകരും ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ മുഖേന ലഭ്യമായ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്ന ആ ഒരു അപേക്ഷ ഫോമിൻ്റെ കൂടെ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് ജസ്റ്റ് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നിങ്ങൾക്ക് പെട്ടെന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഹാജരാക്കണം. അതായത് OBC വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പദ്ധതി പ്രകാരം ആദ്യമായി അപേക്ഷ സമർപ്പിക്കുന്നവരും ആരൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവരും 1, 5, 8 ക്ലാസ്സിൽ പഠിക്കുന്നവരുമാണ് ഈ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. മറ്റുള്ളവർ ഓൾറെഡി
ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിച്ചവർ ഈ രീതിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ സ്കൂൾ പ്രവേശന സമയത്ത് ജാതി തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ അപേക്ഷയോടൊപ്പം ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പ്രധാന അധ്യാപകരുടെ കൈവശം നിങ്ങൾ പരിശോധനയ്ക്കായിട്ട് ഹാജരാക്കേണ്ടതാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭ്യമാകണമെന്നില്ല. സാധാരണ രീതിയിൽ അതായത് എല്ലാവർക്കും അപേക്ഷ കൊടുക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല. അതായത് ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഉയർന്ന പഠന മികവിൻ്റെയും അതേപോലെ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ കുറവ് അടിസ്ഥാനത്തിലായിരിക്കും ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഓരോ സ്കൂളും ഇത്ര കുട്ടികളെന്ന് പറയും സ്വാഭാവികമാണ് വിദ്യാർത്ഥികളുടെ മാർക്കിനെയും അതേപോലെ വാർഷിക വരുമാനത്തിൻ്റെ കുറവും നോക്കിയിട്ടാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് അനുവദിക്കുക. ഇനി അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം വിദ്യാർത്ഥികളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് സ്കോളർഷിപ്പ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് സ്വന്തമായിട്ട് പേരുള്ള ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും അവരുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അതോടൊപ്പം തന്നെ അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്നതോ അപൂർണമോ ആയ അപേക്ഷകൾ ഒരിക്കലും പരിഗണിക്കുന്നതല്ല. അതായത് ജൂലൈ 10 നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ നിർബന്ധമായിട്ടും കൊടുത്തിടണം. അതിനുശേഷം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഗണിക്കുന്നതല്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ LSS, USS, NMMS, NTC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകളിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നവരെയും കൂടാതെ ഭിന്നശേഷി സ്കോളർഷിപ്പ്, സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നവരും ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അവർക്കും ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാം. എന്നാൽ സമാന രീതിയിലുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിച്ചവരുടെ കിടാവുകൾക്ക് സ്കോളർഷിപ്പ് അപേക്ഷകൾ സ്വീകരിക്കേണ്ടതില്ല. അപ്പോൾ അതായത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുത്തവർക്ക് ഈ പറയുന്ന കിടാവുകൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. അത് സമാന രീതിയിലുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ അതായത് വിദ്യാർത്ഥികളുടെ ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലായിരിക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക. അതായത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡ് ചെയ്തിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ അതായത് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എങ്ങനെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം കിടാവിളക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ നമുക്ക് പൂരിപ്പിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഒരു PDF-ൽ 12ാമത്തെ പേജ്, അതായത് ഈ PDF-ൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ 12ാമത്തെയും 13ാമത്തെയും പേജ് മാത്രം നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കുക. ബാക്കിയുള്ള പേജൊന്നും പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ 12, 13 പേജ് നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ജസ്റ്റ് പേന കൊണ്ട് ഫില്ല് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറമേ പോയിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ടല്ല, എല്ലാം ഓഫ്ലൈനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുമാന സർട്ടിഫിക്കറ്റും കൂടി സെറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നേരിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സഹിതമാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് ഇതിലൊന്നാമതായിട്ട് വിദ്യാർത്ഥിയുടെ പേര് കൃത്യമായിട്ട് നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ വിദ്യാർത്ഥിയുടെ പേര് എഴുതി കൊടുക്കുക. രക്ഷിതാവിൻ്റെ പേര്, വിദ്യാർത്ഥിയുമായുള്ള ബന്ധം, അതായത് എന്താണ് വിദ്യാർത്ഥിയുമായുള്ള ബന്ധം, രക്ഷിതാവ്, ഫാദർ, മദർ, ആ രീതിയിൽ. അതുപോലെ മതം അല്ലെങ്കിൽ ജാതി, നിങ്ങളുടെ മതം ഏതാണ് അല്ലെങ്കിൽ ജാതി ഏതാണ്, ആ രീതിയിൽ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഇനി ഏതാണ് ക്ലാസ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്. ഇനി അഡ്മിഷൻ നമ്പർ, അത് കൈവശം ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ജനന തീയതി, അതേപോലെ ആൺ പെണ്ണ്, രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനം, അതോടൊപ്പം തന്നെ ആധാർ നമ്പർ. അപ്പോൾ വാർഷിക വരുമാനം എന്ന് പറയുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് വെക്കണം. അതോടൊപ്പം ആധാർ നമ്പർ തെറ്റുകൂടാതെ എഴുതി കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ പേരും മേൽവിലാസവും നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ശേഷം മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും മേൽവിലാസം, അതായത് ജില്ല, പിൻകോഡ് എന്നിവ സഹിതം കൃത്യമായിട്ട് ഈ ഒരു ബോക്സിൽ കറക്റ്റ് ആദ്യം ആ സ്പേസ്, അതായത് ജസ്റ്റ് ഈ ഒരു സ്പേസിനുള്ളിൽ നിങ്ങൾ ഒതുക്കിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ മുൻ വർഷത്തെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ്, നേരത്തെ പറഞ്ഞതുപോലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ 4ാം ക്ലാസ്സിൽ ലഭിച്ച മാർക്ക്, അത് സ്കൂളിലെ ടീച്ചറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ രീതിയിൽ മാർക്ക് കൂടെ എഴുതി കൊടുക്കുക. ഇനി ഭിന്നശേഷി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം, ഇല്ല എങ്കിൽ ഇല്ല എന്ന് എഴുതി വെക്കുക, ഉണ്ടെങ്കിൽ ഏതാണ് തരം എന്ന് കൂടി കൃത്യമായി എഴുതി കൊടുക്കുക. അതിനുശേഷം രക്ഷിതാവിൻ്റെ പ്രസ്താവനയാണ്, അതായത് ഡേഷ് എന്ന സ്കൂളിൽ ഡേഷ് എന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഡേഷ് എന്ന വിദ്യാർത്ഥി. അപ്പോൾ നിങ്ങൾ ഏതാണ് സ്കൂൾ, എത്രയാണ് ക്ലാസ്, വിദ്യാർത്ഥിയുടെ പേരെന്താണ്, ആ രീതിയിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അതായത് വിദ്യാർത്ഥിയുടെ രക്ഷിതാവായ നിങ്ങളുടെ പേര് എഴുതുക. ഞാൻ ജസ്റ്റ് എന്താക്കുക, ഈ രീതിയിൽ OBC സമുദായത്തിൽപ്പെട്ട ആളാണ്, അതായത് ഏതാണ് മതം, ആ ജാതി, നിങ്ങൾ ഹിന്ദുവാണ്, ഹിന്ദു മതം, ജാതിയോട് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താക്കുന്നു, ഈ അപേക്ഷയിൽ എന്തെങ്കിലും വിവരം തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്ന പക്ഷം അപേക്ഷ ലഭിക്കുന്ന തുക മുഴുവനായും തിരിച്ചടക്കാമെന്നും നിയമപരമായ മറ്റു നടപടികൾക്ക് വിധേയമായി കൊള്ളാമെന്നും ഇതിനാൽ സമ്മതിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഈ പറയുന്ന ജാതിയിൽപ്പെട്ട, അതായത് OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്, 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കവിയാത്തവരാണ്, ഇതേപോലെ 90% മുകളിൽ മാർക്ക്, അതേപോലെ വാർഷിക വരുമാനമൊക്കെ, ഇതൊക്കെ എല്ലാം കൃത്യമായിട്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതിന് പൂർണ്ണമായിട്ടും അർഹനാണ് എന്ന് ഉറപ്പുവരുത്തുന്ന സത്യപ്രസ്താവനയാണ്. അപ്പോൾ അതിനുശേഷം സ്ഥലം, തീയതി, കൃത്യമായിട്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണോ
എപ്പോഴാണ് തീയതി ഇത് കൃത്യമായിട്ട് എഴുതിയിട്ട് വിദ്യാർത്ഥിയുടെ പേരും ഒപ്പം ഇവിടെ വിദ്യാർത്ഥിയുടെ നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ പേരും ഒപ്പം ഇവിടെ ചെയ്യുക. അതിനുശേഷം രക്ഷിതാവിൻ്റെ പേരും ഒപ്പം കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ട് ഒപ്പുകൊടുക്കുക. ശേഷം അടുത്തത് വിദ്യാർത്ഥിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളാണ്. അപ്പോൾ ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ച്, അക്കൗണ്ട് ഹോൾഡറുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇത് കൃത്യമായിട്ട് ഇവിടെ തെറ്റുകൂടാതെ എഴുതി കൊടുക്കുക. ശേഷം ലാസ്റ്റ് സാക്ഷ്യപത്രമാണ്. അതായത് ഈ അപേക്ഷയിലെ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനി മുൻ അധ്യയന വർഷം അതായത് ഇത് സ്ഥാപന മേധാവിയുടെ ചെയ്യേണ്ട കാര്യം, അത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ രക്ഷിതാക്കൾ ഇത്രയും 14ാമത്തെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കേണ്ടതുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി വെച്ചിട്ട് നിങ്ങൾ നേരിട്ട് ജൂലൈ 10ാം തീയതിക്കുള്ളിൽ നിങ്ങൾ സ്കൂൾ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ സ്ഥാപന മേധാവിയുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളെ ബാങ്ക് അക്കൗണ്ടുകൾ അവരുടെ ആധാറുമായിട്ട് ഈ വർഷം തന്നെ സീഡ് ചെയ്യുന്നതിന് നിർദ്ദേശം നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെടാവിളക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥിയും ഈ രീതിയിൽ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുക. ഇത്തരത്തിൽ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും, അതായത് വിദ്യാർത്ഥികൾക്ക് എല്ലാ ക്ലാസ്സുകളും, അതായത് പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് ഉൾപ്പെടെയുള്ള എല്ലാ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി ഇത്തരത്തിൽ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.